മീറ്റർ ഒന്നും ഇല്ലയോ? അത് മീറ്റർ അത് ഈ ട്രെയിൻ നശിക്കുമല്ലോ, ഇതെല്ലാം ഇവിടെ മീറ്റർ ഒന്നും ആരും ഇടാറില്ലല്ലോ. മീറ്റർ ഇട്ട് ഉണക്കില്ല. കാരണം പിന്നെ ഇത് 2.5 കിലോമീറ്റർ വരുമ്പോഴേ ഇത് മാറത്തുള്ളൂ. പിന്നെ അങ്ങനെ ഇട്ട് ഓടുന്നേ. ഇത് 1 കിലോമീറ്റർ മിനിമം ചാർജ് 30 രൂപ. ഇത് അതല്ല, മീറ്റർ ഇട്ട് ഓടാൻ വൺ സൈഡ് അല്ല, ഇതിനകത്ത് വൺ സൈഡ് കാണിക്കുന്നുള്ളൂ. നമുക്കിവിടെ വൺ സൈഡ് ഇല്ല, റിട്ടേണാണ്. അപ്പോൾ വൺ സൈഡ് പറഞ്ഞാൽ തിരുവനന്തപുരം, എറണാകുളം സിറ്റി സർവീസ് മാത്രമേ ഉള്ളൂ. നഗര ഗ്രാമ വ്യത്യാസമില്ല. ഓട്ടോറിക്ഷകളിൽ മീറ്റർ ഓടുന്നതേയില്ല. ചിലതിലൊന്നും മീറ്റർ തന്നെയില്ല. ഒരു കണക്കൊപ്പിച്ച തുകയാണ് പലപ്പോഴും യാത്രക്കാരിൽ നിന്നും ഈടാക്കുക. മിക്കപ്പോഴും അത് യഥാർത്ഥ നിരക്കിനേക്കാൾ ഏറെ മുകളിലാകും. നമ്മൾ ഒരേ ദൂരം പല ഓട്ടോകളിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ പല റേറ്റാണ് അവർ ഈടാക്കുന്നത്. 10-20 രൂപയുടെ വ്യത്യാസമേ കാണത്തുള്ളൂ. പക്ഷെ നമ്മളങ്ങ് വിട്ടുകളയും. അതാണിപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അധിക നിരക്ക് എന്നത് ഒറ്റപ്പെട്ട സംഭവമാണെന്നാണ് തൊഴിലാളികളുടെ വിശദീകരണം. സ്റ്റാൻഡുകളിൽ ഓടുന്ന ഒരു വണ്ടിക്കാർ അങ്ങനെ അമിതമായിട്ട് ചാർജ് ഈടാക്കി അങ്ങനെ ഒരു പരാതി വരുവാണെങ്കിൽ മാത്രമേ നമുക്ക് അതിനോട് പറ്റത്തുള്ളൂ. പിന്നെ അറിയാൻ വയ്യാത്ത ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ചിലപ്പം ഉണ്ടായേക്കാം. ഓട്ടോറിക്ഷകളിൽ മീറ്ററുകൾ പ്രവർത്തിപ്പിച്ചിരിക്കണമെന്ന നിലപാടാണ് CITU പങ്കുവയ്ക്കുന്നത്. നഗരമേഖലകളിൽ നമ്മൾ മീറ്റർ ഘടിപ്പിച്ചാൽ ആ മീറ്റർ അനുസരിച്ചുള്ള പണം ഈടാക്കും. എന്നാൽ അത് ഗ്രാമപ്രദേശങ്ങളിൽ അതുപോലെ അപ്ലൈ ചെയ്യാൻ, കാരണം ഈ ഓട്ടോറിക്ഷ തൊഴിലാളിക്ക് അത് ഒരു തരത്തിലും ലാഭകരമാവില്ല. അവിടെ ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ റിട്ടേണിൻ്റെ കാശ് കൂടി അവർക്ക് കിട്ടത്തക്ക തരത്തിലേക്ക് മീറ്റർ അഡ്ജസ്റ്റ് ചെയ്യണം. നഗരപ്രദേശങ്ങളിലെ ഹ്രസ്വദൂരത്തും ഗ്രാമീണ മേഖലകളിലെ നീണ്ട ദൂരത്തും സാധാരണക്കാരുടെ വാഹനമാണ് ഇപ്പോഴും ഓട്ടോറിക്ഷകൾ. ഓട്ടോറിക്ഷകളിൽ മീറ്റർ നിർബന്ധമാണ്. നഗരപ്രദേശങ്ങളിലെ യാത്രകളിൽ മീറ്ററിൽ രേഖപ്പെടുത്തുന്നതിനേക്കാൾ 1 രൂപ പോലും അധികം വാങ്ങാൻ വ്യവസ്ഥയില്ല. ഗ്രാമപ്രദേശങ്ങളിൽ മടക്കയാത്രയ്ക്ക് ആളെ കിട്ടാതെ വരുന്ന പക്ഷം മീറ്റർ രേഖപ്പെടുത്തുന്നതിനേക്കാൾ അല്പം നിരക്ക് അധികം വാങ്ങുന്നതിന് തടസ്സമില്ല എന്നും മോട്ടോർ വാഹന വകുപ്പ് വിശദീകരിക്കുന്നുണ്ട്. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.